വേണ്ട. അയ്യോ മുടി. ഇതിന്റെ ബലത്തിലല്ലേടാ നീ സുന്ദരം കളിക്കണത്. ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെ ഇത് എന്റെ ഇരിക്കണ്ട. ജോസേട്ടാ, മോനെ നകുല, അമ്മായിയാടാ. എന്താ അമ്മായി? എന്താ മോൻ മുഖത്തിട്ടിരിക്കുന്നേ? ഫേഷ്യൽ ക്രീം അമ്മായിക്ക് വേണോ? അമ്മായിക്ക് എന്തിനാ ഇതൊക്കെ? സൗന്ദര്യത്തിന് പ്രായമില്ല അമ്മായി. അതറിയാം. അല്ലെങ്കിലും ഈ പ്രായത്തിൽ ഈ സൗന്ദര്യമൊക്കെ നിലനിൽക്കുവോ? താമരയുടെ കാര്യം മോനെ കഷ്ടം. അവൾക്ക് ഇതൊക്കെ വലിയ കാര്യ. പക്ഷേ നീ നാട്ടിൽ വന്നിട്ട് അതൊക്കെ നടക്കണ്ടേ? ഇന്നലെ ഞാനും അവളും കൂടിയേ 7 ബ്യൂട്ടി പാർലറിൽ പോയി. അവിടെയൊന്നും അവളെ ഫേഷ്യൽ ചെയ്തില്ല. പണി ചെയ്തിട്ട് കാര്യമില്ലെങ്കിൽ അവര് ചെയ്യില്ല അമ്മായി. അതല്ല, എല്ലാവരും ചോദിച്ചു നിങ്ങൾ എവിടുന്നാ വരുന്നേന്ന്. കോവിലകത്തുനിന്ന് പറഞ്ഞപ്പോഴേ പ്രശ്നായി. അവസാനം ഒരാളോട് ചോദിച്ചപ്പോഴേ ഒറ്റ ദേഷ്യപ്പെടില്ല. ഡോക്ടർ നകുലിന്റെ അടുത്ത് വന്നിട്ട് കളിയാക്കാൻ വന്നതാണോന്ന്. മോനെ ഡോക്ടർ എന്ന് വിളിക്കാറുണ്ടോ? ചിലര്. ഒരു തരത്തിൽ സൗന്ദര്യ ചികിത്സയാണല്ലോ ഞാൻ നടത്തുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ നകുലേട്ടാ. നകുലേട്ടാ, എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്ത് തരുമോ? അയ്യോ, ഒന്ന് ചെയ്തു കൊടുക്കും മോനെ. ഇതെങ്കിലും ഞങ്ങളൊന്ന് ഉറപ്പിക്കട്ടെ. നകുലേട്ടന്റെ അടുത്തല്ലാതെ മറ്റാരുടെ അടുത്ത് സൗന്ദര്യ സംരക്ഷണത്തിന് പോകില്ലെന്നുള്ള വാശി അവൾക്ക്. നകുലേട്ടന് സമ്മതാണോ? ദൈവം എനിക്കൊരു കഴിവ് തന്നിട്ടുണ്ട്. അത് കുട്ടിക്ക് പകർന്നു തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അയ്യോ അയ്യോ, ഇവളുടെ സന്തോഷം കണ്ടില്ലേ? കണ്ടോ കണ്ടോ, ഇവളുടെ സന്തോഷം കണ്ടില്ലേ? മോന അവൾക്ക് എല്ലാം. അമ്മായിമ്മ പോട്ടെ മക്കളെ. അമ്മായിയമ്മ? ആ, നിന്റെ അമ്മായി, അവളുടെ അമ്മ. ഞാൻ ചേർത്ത് പറഞ്ഞേ ഉള്ളൂ. വരട്ടെ മോനെ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. സൗന്ദര്യ ചികിത്സകൻ ഡോക്ടർ നകുലൻ. കൊള്ളാം. കൂട്ടിയിരിക്കും. ഡോക്ടർ നകുലോ, ഡോക്ടർ നകുല, ഡോക്ടർ നകുലോ, ഡോക്ടർ നകുലോ. എന്നാ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ടീച്ചറെ, ടീച്ചറെ, ഞാൻ ടീച്ചറെ കാത്തുന്നതാ. എനിക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ മോനെ? ടീച്ചറെ, അവിടെ ഒരു അബദ്ധത്തിൽ വന്നു പോയതാ. പുറത്തിറങ്ങിയപ്പോഴാണ് കോവിലകത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചത്. കോവിലകത്തെ കുഞ്ചിയമ്മയെന്ന് പറഞ്ഞ ദയയും കാരുണ്യമുള്ളവരെന്ന് എല്ലാവരും പറയുന്നത്. ആഹാ, ഞാൻ കമ്പനി ചെന്ന് പറഞ്ഞാൽ അവർ ഗുണ്ടകളെ വിടും. അത് ടീച്ചർക്ക് നാണക്കേടല്ലയോ? അതിന് ഞാനൊരു കോംപ്രമൈസ് പറയാം. ആ പണം ടീച്ചർ തരികയാണെങ്കിൽ പലിശയുടെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാം. ആ ടീച്ചറെ, ടീച്ചറെ പോലെ ഒരാളുടെ അഭിമാനം സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമല്ലേ? എടാ കൊച്ചനെ,
നീ ഇത്രയുള്ളെങ്കിലും കാഞ്ഞ ബുദ്ധിയാണല്ലോ. കാശ് തരാതിരുന്ന നിങ്ങളുടെ ഗുണ്ടകൾ വരുമെന്ന് ഉറപ്പാണോ? വരും. അവളെ മോളെയും പിടിച്ചോണ്ട് പോവോ? അതും ചെയ്തെന്ന് വരും. അങ്ങനെ സംശയം പറയരുത്. പിടിച്ചോണ്ട് പോവോ ഇല്ലയോ? പിടിച്ചോണ്ട് പോവും. സമാധാനമായി. എന്നാ വരുന്നേ? അല്ല, അത്രയും ഞാൻ സഹിച്ചാ മതിയല്ലോ. എന്താ ടീച്ചറെ ഇത്? കോവിലകത്ത് എന്ത് സംഭവിച്ചാലും ടീച്ചർക്കല്ലേ മാനക്കേട്. മോനെ അമ്മയുണ്ടോ? പിന്നെ എന്നാ മോനെ അമ്മയുടെ അഭിമാനത്തിന്റെ കാര്യങ്ങൾ നോക്കിയാ മതി. എടാ കൊച്ചനെ. ആ എന്താ ടീച്ചറെ? പിന്നെ പിടിച്ചു കൊണ്ടുപോകാൻ വരികയാണെങ്കിൽ കല്യാണിയെ മോളെ മാത്രം ഇറക്കിക്കൊണ്ടുപോയാൽ മതി. അല്ലാതെ എൻ്റെ വീട്ടിലെ കല്ലും മണ്ണും ഇളകാൻ പാടില്ല. മനസ്സിലായല്ലോ? പറ്റുമെങ്കിലേ ഇന്ന് തന്നെ ആയിക്കോട്ടെ. അപ്പോ കേട്ടതുപോലെയല്ല, പെൺപുലിയ.